ഞങ്ങളെ ഈ ശബ്ദവാഹിനിയുടെ ശബ്ദപരിധിയിൽ അടുത്തും അകലെയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരി വ്യവസായികൾ, ഡ്രൈവേഴ്സ് യൂണിയനിലുള്ള പ്രിയപ്പെട്ടവർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനങ്ങളെ പ്രാരംഭമായി തന്നെ അറിയിക്കുകയാണ്. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് പറഞ്ഞാലും പിണറായി എന്ന ദേശം ലോകത്തെല്ലാ മനുഷ്യനും അറിയാം. കാരണം നമ്മുടെ സംസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്തിന്റെ നാടാണല്ലോ പിണറായി. അതുകൊണ്ട് തന്നെ ഒത്തിരി ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണല്ലോ പിണറായി. അടുത്ത മകലയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിന്റെ നാനാതുറകളിലും അറിയപ്പെട്ട നാട്ടിൽ ജനിക്കപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനങ്ങളെ പ്രാരംഭമായി തന്നെ അറിയിക്കുകയാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഞങ്ങളുടെ മദ്യമയക്കുമരുന്ന് ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ പിണറായി എന്ന അനുഗ്രഹിക്കപ്പെട്ട ദേശത്ത് എത്തി നിൽക്കുന്നത്. ഒത്തിരിയേറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണല്ലോ പിണറായി. ഈ ദേശത്തും മദ്യമയക്കുമരുന്ന് ബോധവൽക്കരണ സന്ദേശവുമായി കടന്നു വരുവാൻ ഞങ്ങൾക്കും കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ മദ്യമയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ കൊണ്ട് തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന യുവചേതനകൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു രണ്ടാമത് കേരള യാത്ര ക്രമീകൃതമായിരിക്കുന്നത്. ഈ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഇത്രമാത്രമാണ്: മദ്യം കൊണ്ട്, മയക്കുമരുന്ന് കൊണ്ട് തകർന്നിരിക്കുന്ന യുവചേതനകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ മദ്യം ഉപയോഗിക്കുന്നവരായിരിക്കാം ഈ ശബ്ദം ശ്രവിക്കുന്നത്. നിങ്ങളുടെ സ്നേഹിതരോ, നിങ്ങളുടെ മക്കളോ, നിങ്ങളുടെ പിതാക്കന്മാരോ ആരെങ്കിലുമൊക്കെ മദ്യത്തിന് അടിമകളായി തീരപ്പെട്ട ആളുകളുണ്ടാകാം. അവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ കേൾക്കപ്പെടുന്ന സന്ദേശം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഈ അടുത്ത മകനെയുമായി ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ വിലയേറിയ ചില നിമിഷങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയരെ, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടി സന്ദേശത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. മദ്യവും മദ്യപാനവും നമ്മുടെ സമൂഹത്തെ മുഴുവനും തകർത്തുകൊണ്ടിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന വല്ലാത്തൊരു കാലഘട്ടമാണല്ലോ ഇത്. ഈ കാലഘട്ടത്തിൽ എവിടെ നോക്കിയാലും കലാലയങ്ങളിലേക്ക് വിദ്യാഭ്യാസം അഭ്യസിക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്ന നമ്മുടെ ഭവനങ്ങളിലെ പിച്ചോമനകൾ, നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ കലാലയങ്ങളിലേക്ക് കടന്നു പോകുന്ന വ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ യുവചേതനകൾ നാളെയുടെ നീളയിൽ നമ്മുടെ ഭാവി വാഗ്ദാനങ്ങളായി മാറണ്ട, നമ്മുടെ നവഭാരതത്തെ പടുത്തുയർത്തേണ്ട നമ്മുടെ യുവചേതനകൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ട് അവരുടെ ഭാവിയെ നശിപ്പിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും കൊലപാതകങ്ങളും, എവിടെ നോക്കിയാലും കൊടിയ പീഡനങ്ങളും, ഇതിന്റെയെല്ലാം പീഡനങ്ങളും നടക്കുന്ന വല്ലാത്തൊരു കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയട്ടെ, മദ്യം ഒരു കുടുംബത്തെയും സ്വതന്ത്രരാക്കിയിട്ടില്ല. മദ്യം ഒരു കുടുംബത്തെയും സ്വതന്ത്രരാക്കി നടത്തിയിട്ടില്ല. മദ്യപാനിയുടെ ഭവനങ്ങളിൽ ആരും തന്നെ നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ കഴിയുന്നില്ല. കാരണം മദ്യം യുവചേതനകളെ നശിപ്പിക്കുന്നു. മദ്യം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുന്നു. മദ്യം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കെടുത്തുന്നു. അതുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന അനേക പ്രഭാഷണങ്ങൾ അനുദിനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രബുദ്ധരായിരിക്കുന്ന സമൂഹത്തോട് വിളിച്ചു പറയാൻ ഒരു സന്ദേശമുണ്ട്. മദ്യം ആരെയും സുരക്ഷിതരാക്കുന്നില്ല. മദ്യം ആർക്കും സ്വാതന്ത്ര്യം നൽകിക്കൊടുക്കുന്നില്ല. മദ്യം ആരെയും സ്വതന്ത്രനാക്കുന്നില്ല. മദ്യം അത് മനുഷ്യനെ അടിമത്തത്തിന്റെ ചങ്ങലയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി മനുഷ്യന്റെ മുഴു സ്വാതന്ത്ര്യവും നശിപ്പിക്കുന്ന ഒന്നാണ് മദ്യം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലാലയങ്ങളിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ആണെന്നോ പെണ്ണെന്നോ പ്രായവ്യത്യാസമില്ലാതെ, ലിംഗവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുപോലെ മദ്യപിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് ലോകം മുഴുവനും മാറി. എന്റെയൊക്കെ ബാല്യത്തിൽ ഒരു 30, 35, 40 വയസ്സുള്ള അല്ലെങ്കിൽ 50 വയസ്സ് പ്രായമുള്ള ആളുകൾ മദ്യപിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും 20 വയസ്സുകാരനും 40 വയസ്സുകാരനും 6 വയസ്സുകാരനും എല്ലാം മദ്യമയക്കുമരുന്നുകൾക്ക് അടിമകളായി തീരുന്ന ഈ ഒരു
കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുകയാ. ഒരു കാലത്ത് അത് പട്ടച്ചാരായമായിരുന്നെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ അത് ചാരായമായിരുന്നെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ ബീവറേജിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കുന്ന മദ്യമായിരുന്നു എങ്കിൽ ഇന്നതൊക്കെ മാറി. ഇന്ന് MDMA പോലെയുള്ള സ്റ്റാമ്പ് രൂപത്തിൽ, ചെറിയ ഗുളിക രൂപത്തിൽ, ചെറിയ സ്റ്റാമ്പ് രൂപത്തിൽ നമ്മുടെ വിയർപ്പ് കണങ്ങളിലേക്ക് ഈ സ്റ്റാമ്പ് ഒന്ന് ഒട്ടിച്ചു ചേർത്ത് ഒന്ന് തിരുമിച്ചേർത്ത് കഴിഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ലഹരിക്ക് അടിമകളാകത്തക്ക രീതിയിൽ, മനുഷ്യൻ ലഹരിക്ക് അടിമപ്പെടത്തക്ക രീതിയിൽ ഇന്ന് ലഹരി പദാർത്ഥങ്ങളുടെ രൂപഭാവ വ്യത്യാസം വന്നിരിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുക. കലാലയങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അറിയാൻ കഴിയുന്ന ഒരു കാര്യം, ആരൊക്കെ മദ്യപിക്കുന്നുണ്ട്, ആരൊക്കെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുക. പലപ്പോഴും സ്കൂളുകളിലും കോളേജുകളിലും ജയിലറുകളിലൊക്കെ കൗൺസിലിംഗിന് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെയൊക്കെ ഈ ജയിലുകളിലൊക്കെ കിടക്കുന്ന 22ഉം 28ഉം 26ഉം വയസ്സ് പ്രായമുള്ള ഒത്തിരി യൗവനക്കാരെ കാണാറുണ്ട്. പക്ഷെ ഇവരൊക്കെ ആരും ജനിച്ചതേ കുടിയന്മാരായി മദ്യപാനികളായി മാറിയവരല്ല, മറിച്ച് അവർ കലാലയങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ സുഹൃത്ബന്ധങ്ങളിലൂടെ കടന്നു വന്ന ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി, ഒരു നേരത്തെ സുഹൃത്ബന്ധങ്ങളെ പിണക്കാതിരിക്കേണ്ടതിന് വേണ്ടി ചേർന്ന ഒരു സന്തോഷത്തിന്റെ ഒരു പ്രക്രിയ, അല്ലെങ്കിൽ ഒരു നേരത്തെ സന്തോഷത്തിന് വേണ്ടി വഴിതിരിച്ചതുകൊണ്ട് അനേകർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി തീർന്നുകൊണ്ട്, വലിയ കൊലക്കുറ്റത്തിൽ പ്രതികളായി തീർന്നുകൊണ്ട്, വലിയ പീഡിതകർത്താക്കളായി തീർന്നുകൊണ്ട്, വലിയ കൊലപാതക പരമ്പരകളിൽ സാക്ഷികളായിക്കൊണ്ട്, അല്ലെങ്കിൽ വലിയ കൊലപാതക പരമ്പരകളിൽ കുറ്റവാളികളായി തീർന്നുകൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യന്റെ ഭാവിയെ നശിപ്പിക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രബുദ്ധരായിരിക്കുന്ന ജനത്തോട് വിളിച്ചു പറയാൻ ഒരു സന്ദേശമുണ്ട്. മദ്യം ആരെയും സ്വതന്ത്രരാക്കുന്നില്ല, മയക്കുമരുന്ന് ആരെയും സ്വതന്ത്രരാക്കുന്നില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഒത്തിരിയധികം വിശേഷ ദിവസങ്ങൾ കടന്നു വരുമ്പോൾ, ഓരോ വിശേഷ ദിവസങ്ങളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഓണമായിക്കൊള്ളട്ടെ, വിഷുവായിക്കൊള്ളട്ടെ, ന്യൂ ഇയർ ആയിക്കൊള്ളട്ടെ, ഈസ്റ്റർ ആയിക്കൊള്ളട്ടെ, ക്രിസ്തുമസ് ആയിക്കൊള്ളട്ടെ, ഏത് വിശേഷം വന്നാലും മലയാളിയുടെ ഒരു പ്രത്യേകതയുണ്ട്. അവന് മദ്യമില്ലാതെ അവനതൊന്നും ആഘോഷിക്കാൻ കഴിയത്തില്ല. ഓണക്കാലത്തെ നോക്ക്, എത്രയധികം കോടി രൂപയുടെ മദ്യമാണ് നമ്മുടെ നാട്ടിൽ ചിലവഴിക്കപ്പെട്ടത്, വിറ്റഴിക്കപ്പെട്ടത്. എത്ര കോടി രൂപയുടെയാണ്. വിഷുവോ ഈസ്റ്ററോ ഒക്കെ നോക്കിയാൽ നമുക്കറിയാം എത്രയോ കോടി രൂപയുടെ മദ്യമാണ് നമ്മുടെ നാട്ടിലുള്ള യുവചേതനകൾ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ കുടിച്ചു തീർക്കുന്നത്. ഇനി ആണ്ട് ക്രിസ്തുമസ് വരുന്നു. ക്രിസ്തുമസ് വരുമ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുമസിനും മനുഷ്യൻ യേശു ക്രിസ്തു മാനവകുലത്തിന്റെ രക്ഷകനായി, പാപത്തിന്റെ പരിഹാരകനായി ഭൂമിയിൽ വന്നെന്നൊക്കെയുള്ളത് സത്യമാണ്. പക്ഷെങ്കിൽ അതും ആഘോഷിക്കുന്നത് മദ്യക്കുപ്പികളുടെ കഴുത്തു പൊട്ടിക്കൊണ്ടാണ്. മദ്യപിച്ചുകൊണ്ട് മദ്യപിച്ച് മനുഷ്യൻ ലക്കുകെട്ടാണ് ഈ ദിവസങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ ആസ്വദിക്കുന്നത്. നോക്കിക്കേ, മാനവകുലത്തിന്റെ രക്ഷകനായി യേശു ഭൂമിയിൽ അവതരിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ, യേശുവിന്റെ അവതാരത്തിന്റെ ആ സത്യം ലോകത്തെ മുഴുവനും വിളിച്ചറിയിക്കുമ്പോൾ തന്നെ മനുഷ്യനത് ആഘോഷിക്കുന്നത് എങ്ങനെയാ? മദ്യക്കുപ്പികൾ പൊട്ടിച്ചുകൊണ്ട്. മനുഷ്യനത് എങ്ങനെയാ ആഘോഷിക്കുന്നത്? ലഹരി പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ട്. മനുഷ്യൻ എങ്ങനെയാ അത് ആഘോഷിക്കുന്നത്? ബീവറേജിൽ വിറ്റഴിക്കപ്പെടുന്ന മദ്യത്തിന്റെ കണക്ക് ക്രിസ്തുമസിന്റെ പിറ്റേ ദിവസം നോക്കിയാൽ അറിയാം. കാരണം എത്രയോ കോടി രൂപയ്ക്ക് വേണ്ടിയാണ് മനുഷ്യൻ മദ്യപിച്ചു തീർക്കുന്നത്. അവിടെയും തീരുന്നില്ല. പുതുവർഷം ആഘോഷിക്കുമ്പോൾ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കാര്യം മനസ്സിലാക്കണം. എത്രയോ ലഹരി പദാർത്ഥങ്ങൾ, എത്രയോ മദ്യക്കുപ്പികൾ, എത്രയോ നമ്മുടെ യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും ആശ്രയിച്ചുകൊണ്ട് അവരെ അതൊരു ആഘോഷമാക്കി തീർക്കുന്നു. വിഷു വന്നാലും, ഈസ്റ്റർ വന്നാലും, ഓണം വന്നാലും, ബർത്ത്ഡേ വന്നാലും, മരണം സംഭവിച്ചാലും എവിടെയും മദ്യത്തിന്റെ ഒരു വലിയ കുത്തൊഴുക്ക് തന്നെ നടക്കുന്ന വല്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ ദിവസങ്ങളിൽ ക്രിസ്തുമസിന്റെ ദിവസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. നമുക്കറിയാം എന്താണ് ക്രിസ്തുമസിന്റെ പ്രത്യേകതയെന്ന്. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി ഒരു മനുഷ്യൻ തന്നെ ഈ ഭൂമിയിൽ അനുഭവിക്കപ്പെടുന്ന സകല പ്രശ്നങ്ങളുടെയും പരിഹാരകനായി പാർത്തലത്തിൽ വന്നവതരിച്ച രക്ഷകനാണല്ലോ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിന്റെ ജന്മത്തിൽ, ആ യേശു ക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ ദൂതഗണങ്ങൾ പാടിയൊരു പാട്ടുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ദൂതഗണങ്ങൾ ഒരേ തരത്തിൽ ഗഗനതലങ്ങളിൽ അണിനിരന്നുകൊണ്ട് ദൂതഗണം പാടിയ പാട്ടിതാണ്. പക്ഷേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയെന്നും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനത്തെങ്കിൽ യേശുക്രിസ്തു ജനിച്ചു എന്നുള്ള യാഥാർത്ഥ്യം ലോകം തിരിച്ചറിയുമ്പോൾ തന്നെ അത് ആഘോഷിക്കുന്നത് എങ്ങനെയാണ്? മദ്യവും മയക്കുമരുന്നും കൊണ്ടാണ്, ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടാണ്.
ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടാണ് മനുഷ്യനൊക്കെ ആഘോഷിക്കുന്നത്. പ്രിയ സ്നേഹിത, യേശുക്രിസ്തുവിന്റെ ജനനം അത് മദ്യപിക്കുന്നതിന് വേണ്ടിയല്ല. യേശുക്രിസ്തുവിന്റെ ജനനം അത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയല്ല. യേശുക്രിസ്തുവിന്റെ ജനനം അത് ലഹരിക്ക് അടിമപ്പെടുന്നതിന് വേണ്ടിയല്ല. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വിശുദ്ധ ബൈബിളും വിളിച്ചു പറയുമ്പോൾ, പ്രിയ സ്നേഹിത, മദ്യത്തോട് വിടപറ, മയക്കുമരുന്നിനോട് വിടപറ, ലഹരി പദാർത്ഥങ്ങളോട് വിടപറ. ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും മദ്യം കൊണ്ട് കുടുംബജീവിതം തകർന്നവരുണ്ടെങ്കിൽ, മയക്കുമരുന്ന് കൊണ്ട് കുടുംബജീവിതം തകർന്നവരുണ്ടെങ്കിൽ, പ്രിയ സ്നേഹിത, നിങ്ങൾ എടുക്കപ്പെടുന്ന തീരുമാനങ്ങൾക്കകത്ത് നിങ്ങൾ കുറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ, പ്രിയ സ്നേഹിത, മദ്യത്തോട് വിട പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ, ലഹരി പദാർത്ഥങ്ങളോട് വിട പറയാൻ കഴിയുന്നില്ലെങ്കിൽ, ലോകത്ത് മുഴുവനും അറിയപ്പെടുന്ന പ്രബുദ്ധരായിരിക്കുന്ന ജനങ്ങൾ പാർക്കുന്ന ഈ പിണറായിയുടെ ദേശത്തോട് വിളിച്ചു പറയുന്നു, മദ്യം ആരെയും സ്വതന്ത്രരാക്കത്തില്ല. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിന്റെ ജനനത്തോട് ചേർത്ത് ഒരു പദം പറയുന്നുണ്ട്. ഒരു വചനഭാഗം ഇപ്രകാരം പറയുന്നു: സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു ലോകത്തിൽ കടന്നു വന്നത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനദിവസം ആഘോഷിക്കുമ്പോൾ ആരും മദ്യത്തിൽ ആറാടരുത്, ആരും മദ്യത്തിന് അടിമപ്പെട്ടു പോകരുത്. ആരാണ് യേശു? മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി പാർത്തലത്തിൽ അവതരിക്കപ്പെട്ട ലോകത്തിലെ രക്ഷകനാണ് യേശു. എന്താണ് യേശു ചെയ്തത്? ഭാവിയായി തീരെ മനുഷ്യന്റെ അവസാനത്തെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ള വഴിപാടായിക്കൊണ്ട് അവസാനത്തെ തുള്ളി രക്തവും മനുഷ്യന്റെ പാപത്തിന് വേണ്ടി ഊറ്റിത്തന്ന യേശുനാഥൻ മനുഷ്യന്റെ പാപത്തിന് പരിഹാരമായി കാൽവറിയിൽ യാഗമായി. മൂന്നാമത്തെ കാര്യം, യേശു കാൽവറിയിൽ യാഗമായി എന്ന് മാത്രമല്ല, അരിമത്യക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ മരണത്തെ ജയിച്ച് കല്ലറയെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഉലകത്തിലെ രക്ഷകൻ യേശു എന്ന രക്ഷകൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ, പ്രിയ സ്നേഹിത, യേശു എന്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരകനായി കാൽവറിയിൽ യാഗമായി അരിമത്യക്കാരനായിരിക്കുന്ന യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, പ്രിയ സ്നേഹിത, യേശു എന്ന രക്ഷകൻ കടന്നു വന്നത് മദ്യത്തിന് യേശു എന്ന രക്ഷകൻ കടന്നു വന്നത് അത് മദ്യം കൊണ്ടല്ല ആഘോഷിക്കേണ്ടത്, അത് മയക്കുമരുന്ന് കൊണ്ടല്ല ആഘോഷിക്കേണ്ടത്. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ആത്മഹത്യയും ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് പ്രിയ സ്നേഹിത, ഒറ്റ വാക്കുകൊണ്ട് എന്റെ ഈ സന്ദേശത്തിന് വിരാമം കുറിക്കുമ്പോൾ, മദ്യം ഒരു മനുഷ്യനെയും സ്വതന്ത്രനാക്കുന്നില്ല, മയക്കുമരുന്ന് ഒരു മനുഷ്യനെയും സ്വതന്ത്രനാക്കുന്നില്ല, ലഹരി പദാർത്ഥങ്ങൾ ഒരു മനുഷ്യനെയും സ്വതന്ത്രരാക്കുന്നില്ല. ലോകമറിയപ്പെടുന്ന ഏറ്റവും വലിയ മാമാങ്കമായിരുന്നല്ലോ ഇന്നത്തെ ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ അതിന്റെ ഫൈനൽ നടന്നതിന് ശേഷം ഇന്നത്തെ പത്രമൊന്നും എടുത്തു നോക്കാൻ എത്രയോ ആളുകളാണ് അർജന്റീനയുടെ ജയം ആഘോഷിച്ചത്, മദ്യം കൊണ്ട് ആഘോഷിച്ചത്. എത്രയോ യുവചേതനകളാണ് മദ്യം കൊണ്ട് ഈ അർജന്റീനയുടെ ജയം ആഘോഷിച്ചത്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്ക്, കോടിക്കണക്കിന് രൂപയുടെ മദ്യമല്ലേ വിറ്റഴിച്ചത്. എന്തിനു വേണ്ടിയാ? അർജന്റീന എന്നൊരു രാഷ്ട്രം ഫുട്ബോൾ മാങ്കത്തിൽ ജയിച്ചപ്പോൾ, ലോകം മുഴുവനും ആഘോഷിക്കപ്പെട്ടപ്പോൾ, അത് സന്തോഷമായി തീർന്നപ്പോൾ നമ്മുടെ യുവചേതനകൾ നോക്ക്, എത്രയോ കോടിയുടെ മദ്യം ഉപയോഗിച്ചുകൊണ്ടാണ് അവരത് ആഘോഷിച്ചത്. അതുകൊണ്ട് പ്രിയ സ്നേഹിത, വിഷു വന്നാലും മനുഷ്യന്റെ ജനനം, ബർത്ത്ഡേ വന്നാലും, ഡെത്ത് സംഭവിച്ചാലും, ഏതൊക്കെ വിശേഷങ്ങൾ വന്നാലും മദ്യം മനുഷ്യന് സന്തോഷമൊന്നും തരുന്നില്ല, അവനെ അടിമത്തത്തിന്റെ ചങ്ങലയിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിക്കത്തക്കതുമായിരിക്കുന്ന വചനം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ ജനനം നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു, ക്രിസ്തുവിന്റെ ജീവിതം അത് നമുക്ക് സ്വാതന്ത്ര്യം നൽകി തന്നു. അതുകൊണ്ട് പ്രിയ സ്നേഹിത, മദ്യത്തോട് വിട പറഞ്ഞ്, മയക്കുമരുന്നിനോട് വിട പറഞ്ഞ്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാത്തിനും യേശു പരിഹാരകൻ എന്നുള്ള ഒറ്റവാക്ക് പറഞ്ഞുകൊണ്ട് എന്റെ സന്ദേശം വിരാമം കുറിക്കുമ്പോൾ, മദ്യത്തെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക, മയക്കുമരുന്നിനെ ഉപേക്ഷിക്കാൻ തയ്യാറാകുക. ഈ ദേശത്തുള്ള പ്രബുദ്ധരായിരിക്കുന്ന ജനത്തോട് വീണ്ടും വിളിച്ചു പറയുന്നു, മദ്യമാർക്കും സ്വാതന്ത്ര്യം നൽകി തരത്തില്ല. മദ്യം മനുഷ്യനെ അടിമത്തത്തിന്റെ ചങ്ങലയിലേക്ക് വലിച്ചഴക്കുകയാണ്. അതുകൊണ്ട് അടുത്ത മകലയുമായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് വീണ്ടും വിളിച്ചു പറയുന്നു, ലഹരി പദാർത്ഥങ്ങളോട് വിടപറ, മദ്യത്തോട് വിടപറ, മയക്കുമരുന്നുകളോട് വിടപറ. MDMA പോലെയുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് യുവതലമുറകളെ കാർന്നു തിന്നുന്ന, യുവതലമുറകളെ തകർത്ത് കളയുന്ന, യുവതലമുറകളുടെ ഭാവിയെ നശിപ്പിക്കുന്ന ലഹരി പദാർത്ഥങ്ങളോട് വിട പറയുവാൻ ദേശത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട്